ബിരിയാണി പ്രിയർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ തക്കാളി ബിരിയാണി. ബിരിയാണിയുടെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഈ തക്കാളി ബിരിയാണി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കാം. അതും അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. നമ്മൾ ചില ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഭക്ഷണം എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. മറ്റു വിഭവങ്ങളൊന്നും തന്നെ വേണ്ട. ഈ ഒരു ബിരിയാണി അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് എടുക്കാം. ഇല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ലൊരു സാലഡും അച്ചാറും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറിയും അതിൻ്റെ കൂടെ ഒരു തോരൻ, രസം, തൈര് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോയിരുന്ന റെസിപ്പിയാണിത്. ഞാൻ എൻ്റെ കുട്ടികൾക്കും ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തക്കാളി ബിരിയാണിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി തന്നെയാണ്. അതും നന്നായിട്ട് പഴുത്ത നാടൻ തക്കാളി. ഇതൊരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 4 എണ്ണം മതിയാവും. ഇത് തീരെ കുഞ്ഞതായതുകൊണ്ടാണ് ഞാനൊരു 8 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സവാള വേണ്ടി വരും. ബാക്കി 2 എണ്ണം നമുക്ക് സാലഡ് ഉണ്ടാക്കാനാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്, പിന്നെ പുതിന, മല്ലിയില. ഇതിൻ്റെ കൂടെ ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പിൻ്റെ കൈമ റൈസ്. ഇത് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ബാസ്മതി റൈസിനേക്കാളും എന്തുകൊണ്ടും ഈ ഒരു ടൊമാറ്റോ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് കൈമ റൈസ് തന്നെയായിരിക്കും. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയേക്കാളും ഏറ്റവും നല്ലത് ഓയിൽ തന്നെയാണ്. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് ബിരിയാണിക്ക് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കണം. 2 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ 2 ചെറിയ കഷ്ണം പട്ടയുടെ പീസ്, പിന്നെ ഇതിലേക്ക് 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ ഫെനൽ സീഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരണം. ഇത് ഇട്ട ഉടനെ നമ്മൾ മറ്റ് സാധനങ്ങൾ ഇട്ട് കൊടുക്കരുത്. ഇതൊന്ന് നന്നായിട്ട് പൊരിഞ്ഞു വരാനുള്ളൊരു സമയം കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ടൊമാറ്റോ ബിരിയാണിയിൽ അധികം സവാള വേണ്ട, തക്കാളിയാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് 2 സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി ഫ്രൈ ആയി വരേണ്ട ആവശ്യമല്ല, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറിയാലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അടി കൂട്ടി തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ തക്കാളി ബിരിയാണി ഞങ്ങൾ നാട്ടിൽ നിന്നും ഇപ്പോൾ ചെന്നൈയിലേക്ക് വരുമ്പോഴും പണ്ട് ഞങ്ങൾ കൊച്ചിനിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് പോകാറുണ്ട്. പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അധികം സാധനങ്ങളൊന്നും പൊതിഞ്ഞെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുമ്പോൾ ഇതിലേക്ക് പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. മല്ലിയില പുതിനയേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം. ഇതാണ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇത് 2 ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇലകളും നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ടൊമാറ്റോ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പഴുത്ത നാടൻ തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും വളരെ നൈസായിട്ട് അരിഞ്ഞത്. നമ്മൾ ആപ്പിൾ തക്കാളി എടുത്താൽ അതിനുള്ളൊരു പുളിപ്പ് നമ്മുടെ ഈ ബിരിയാണിക്ക് കിട്ടില്ല. അപ്പോൾ ടേസ്റ്റും കുറച്ച് കുറവായിരിക്കും. പിന്നെ അതിൻ്റെ തൊലിക്കും നന്നായിട്ട് കട്ടിയുണ്ടാവും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചിട്ടും വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ തക്കാളി ഒന്ന് മിക്സിയിൽ കറക്കിയതിന് ശേഷമാണ് ഒഴിക്കുന്നത്. അവർക്ക് ഈ തക്കാളിയുടെ തൊലിയും പിന്നെ കഷ്ണങ്ങളും കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്മാഷർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എങ്ങനെ ചെയ്താലും നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് നന്നായിട്ട് നമുക്ക് കിട്ടണം. അപ്പോഴേ തക്കാളി ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മിക്സിയിൽ അടിച്ചെടുത്താലും കൂടെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റാൻ മറക്കരുത്. അതിൽ നിന്ന് എണ്ണ തിരിഞ്ഞു വരുന്ന സമയം വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്ന ഈ സമയത്താണ് ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നേരത്തെ ഞാനൊന്ന് വേവിച്ച് വെച്ചതാണ് ചെറുതായിട്ടൊന്ന്. ഇതെല്ലാം കൂടെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരൊറ്റ വിസിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ ഗ്രീൻ പീസ് വെന്ത് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കുന്ന സമയമാണ്. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് നിറത്തിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബിരിയാണി മസാല.
ബിരിയാണി മസാല 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണി മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് കൈമ റൈസാണ് ഏറ്റവും നല്ലത്. കൈമ റൈസ് ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് പൊന്നി അരിയൊക്കെ ഉപയോഗിക്കാം. എന്നാലും ബാസ്മതി റൈസിനേക്കാളും എനിക്ക് കൈമ റൈസാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് കൈമ റൈസ് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ നന്നായി കുതിർത്തതിന് ശേഷം വെള്ളം ഒട്ടുമില്ലാതെ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ചേർത്തതിന് ശേഷം അത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച വെള്ളം ഒരു 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരികൾ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ നമുക്ക് ബിരിയാണി കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കുഴഞ്ഞ രീതിയിലാണ് വേണ്ടതെങ്കിൽ ഒരു 2.5 കപ്പോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ഒരു സൈസൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണത്തിനായിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് പണ്ടൊന്നും ഞാൻ ചേർക്കാറില്ലായിരുന്നു, പക്ഷേ ഇത് ചേർക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ നന്നായിട്ട് ചൂടായി ഒരു തിള വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ വേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരയ്ക്കും നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്ന ഉടനെ തന്നെ നമ്മളിത് തുറക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ പ്രഷറെല്ലാം മാറുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് തുറന്ന് നോക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഇതിൻ്റെ വേവ് എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവുക. നമ്മൾ സാധാരണ ബിരിയാണി തുറക്കുമ്പോൾ ആ ദമ്മൊക്കെ പൊട്ടിക്കുമ്പോഴൊരു സ്മെല്ലുണ്ടല്ലോ, ഏകദേശം ആ ഒരു സ്മെല്ല് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ നമ്മുടെ ബിരിയാണി ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഫോർക്ക് എടുത്തിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഓരോ ചോറും ഇങ്ങനെ വിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും, ഓരോ അരിമണികളും. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു അളവിന് വേണം ഉണ്ടാക്കാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചിലരുടെ അരിയുടെയും പിന്നെ കുക്കറിൻ്റെ ഒരു സൈസൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ തക്കാളിയുടെ തൊലിയും പിന്നെ പുതിനയുടെയും മല്ലിയുടെയും ഇലയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും. കാരണം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് വലിയൊരു സ്പൂണും കൊണ്ട് ഇളക്കി വേണം റെഡിയാക്കാനായിട്ട്. ബിരിയാണി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ കുക്കറിൽ ഒരുപാട് നേരം വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുഴയാണ്ട് കിട്ടും. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ടൊമാറ്റോ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഒരു സാലഡും അച്ചാറും പിന്നെ ഒരു ഇത്തിരി പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കും വളരെ എളുപ്പമാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിലൊന്ന് അരച്ചു കൊടുത്താൽ മതിയാവും തക്കാളി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഈ ടൊമാറ്റോ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നതിനേക്കാളും ബിരിയാണി എന്ന് പറയുന്നതായിരിക്കും പെർഫെക്റ്റ്. ശരിക്കും ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്